എണ്ണമറ്റ യുദ്ധങ്ങൾക്കും വെട്ടിപ്പിടുത്തങ്ങൾക്കും അധിനിവേശങ്ങൾക്കും മൂകസാക്ഷിയായ ഫലസ്തീനി ചരിത്ര സ്മാരകമായിരുന്നു ഗസയിലെ മസ്ജിദ് ഉമരി. ഏകദേശം 13 നൂറ്റാണ്ട് പഴക്കമുള്ള ആരാധനാലയം. ബൈസന്റൈൻ, ഖിലാഫത്ത്, കുരിശുയുദ്ധ, അയൂബി, മംലൂക്കി, മംഗോളിയൻ, ഉസ്മാനിയ, ബ്രിട്ടീഷ് കാലങ്ങളെയെല്ലാം അതിജീവിച്ച ഈ ചരിത്രഗേഹം പക്ഷേ ഇസ്രായേൽ ക്രൂരതയിൽ നിലംപൊത്തി. 2023 ഡിസംബർ ആദ്യവാരമാണ് ഇസ്രായേൽ സൈന്യം പള്ളി ബോംബിട്ട് തകർക്കുന്നത്. ഗ്രേറ്റ് ഉമരി മോസ്ക് എന്നും അറിയപ്പെടുന്ന പള്ളിയുടെ മിനാരങ്ങൾ ഉൾപ്പെടെ നിലംപതിച്ചു കിടക്കുന്ന ആ ദൃശ്യത്തിലൂടെ ഒരു സന്ദേശം കൈമാറുകയായിരുന്നു ഇസ്രായേൽ. ഗസയുടെ ഫലസ്തീനികളുടെ ചരിത്രം തുടച്ചു നീക്കുന്ന യജ്ഞത്തിന് തുടക്കമിടുകയായിരുന്നു അവിടെ അവർ. പിന്നാലെ ഗസ മുനമ്പിലെ 100 കണക്കിന് പൈതൃക കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളുമാണ് നിലംപരിശാക്കപ്പെട്ടത്. ഗസയിലെ ആതുരാലയങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമെല്ലാം ഒന്നൊന്നായി ചുട്ടരിക്കപ്പെട്ടു. ഒക്ടോബർ 7 ശേഷം 1000-ഓളം പള്ളികൾ തകർക്കപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. വെടിനിർത്തലിന് ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങുകയാണ് ഗസക്കാരിപ്പോൾ. മുന്നിൽ മരുപ്പറമ്പ് പോലെ കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അവരുടെ പ്രിയപ്പെട്ട പള്ളികളുമുണ്ട്. വ്രതമാസക്കാലമായ റമദാൻ തൊട്ടടുത്ത് നിൽക്കെ ഗസയിൽ 100 പള്ളികൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്തോനേഷ്യ. രാജ്യത്തെ മുസ്ലിം പള്ളികളുടെ കൂട്ടായ്മയാണ് ഇതിനായി മുന്നിട്ടിറങ്ങുന്നത്. JK എന്ന പേരിൽ അറിയപ്പെടുന്ന മുൻ ഇന്തോനേഷ്യൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് യൂസുഫ് കല്ലയാണ് പ്രഖ്യാപനം നടത്തിയത്. ഇന്തോനേഷ്യൻ മോസ്ക് മാനേജ്മെന്റ് കൗൺസിൽ ചെയർമാനാണ് അദ്ദേഹം. ഗസയിലെ സ്ഥിതിഗതികൾ ഇന്തോനേഷ്യ സമൂഹം അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് യൂസുഫ് കല്ല പറയുന്നു. 1.5 വർഷത്തിനിടെ ഗസയിൽ 1000-ലേറെ പള്ളികളാണ് ഇസ്രായേൽ അധിനിവേശ സേന തകർത്തത്. ആദ്യഘട്ടമായി താൽക്കാലികാടിസ്ഥാനത്തിലുള്ള 10 പള്ളികളാണ് നിർമ്മിക്കുന്നത്. ഘട്ടം ഘട്ടമായി 100 പള്ളികൾ എന്ന ലക്ഷ്യത്തിലെത്തുമെന്നും മുഹമ്മദ് യൂസുഫ് കല്ല അറിയിച്ചു. ഗസയിലെ പള്ളി നിർമ്മാണങ്ങൾക്കായി ഉദാരമായ സംഭാവനകൾ അർപ്പിക്കണമെന്ന് അദ്ദേഹം ഇന്തോനേഷ്യയിലെ മുസ്ലിം സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മാണങ്ങൾക്കായി ഗസയിലെ ബന്ധപ്പെട്ട വൃത്തങ്ങളുമായും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും നിർമ്മാണ പ്രവൃത്തികൾ നടപ്പാക്കുകയെന്ന് മുഹമ്മദ് യൂസുഫ് കല്ല അറിയിച്ചു. ഗസയിലെ 79% മസ്ജിദുകളും 3 ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഇസ്രായേൽ ബോംബിട്ട് തകർത്തതായാണ് ഔദ്യോഗിക വിവരം. മുനമ്പിലെ 960 മസ്ജിദുകൾ തകർക്കപ്പെട്ടെന്നാണ് ജനുവരി 5 ഗസ ഔഖഫ് മതകാര്യ വകുപ്പ് പുറത്തുവിട്ട കണക്ക് വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ 815 ഇസ്ലാമിക പുണ്യഗേഹങ്ങളും കേന്ദ്രങ്ങളും സമ്പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. 151 എണ്ണം ഭാഗികമായും തകർന്നു. ഇതെല്ലാം പുനർനിർമ്മിക്കാൻ $5000 മില്യൺ ചെലവ് വരുമെന്നാണ് മന്ത്രാലയം കണക്കുകൂട്ടുന്നത്. വെസ്റ്റ് ബാങ്കിൽ 20 പള്ളികളും തകർക്കപ്പെട്ടതായി മന്ത്രാലയം കണക്കിൽ പറയുന്നു. ഗസ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി 100 കണക്കിന് ഫലസ്തീനികൾ അഭയം തേടിയ സ്ഥലങ്ങളായിരുന്നു ഇവയിൽ മിക്കതും. ബെറുൽ ബലാഹിൽ പള്ളിയും സ്കൂളും ലക്ഷ്യമാക്കി നടന്ന ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 26 പേരായിരുന്നു. ഗസ യുദ്ധത്തിൽ ആകെ 100 കണക്കിന് പള്ളി ഇമാമുമാർ കൊല്ലപ്പെട്ടെന്ന് ഔഖാഫ് വകുപ്പ് പറയുന്നു. ഖുർആൻ മനഃപ്പാടമാക്കിയവർ ഉൾപ്പെടെ 300 മതപണ്ഡിതന്മാരാണ് കൊല്ലപ്പെട്ടത്. മുനമ്പിലെ പ്രധാന ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെയും ഇസ്രായേൽ സൈന്യം വെറുതെ വിട്ടില്ല. ഗസയിലെ ഏക കത്തോലിക്ക പള്ളിയും ഇതിനോട് ചേർന്നുള്ള നഴ്സറിയുമെല്ലാം ഇതിൽ ഉൾപ്പെടും. ഗ്രേറ്റ് ഉമരി മസ്ജിദിന് സമാനമായി ചരിത്രപ്രസിദ്ധമായ ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയമായ പോർഫിറിയസ് പള്ളിയും ആക്രമണത്തിൻ്റെ ഇരയായി. ലോകത്തെ തന്നെ പഴക്കമേറിയ 3ാമത്തെ ക്രിസ്ത്യൻ ദേവാലയമാണിത്. ആക്രമണത്തിൽ 18 ക്രിസ്ത്യൻ വിശ്വാസികളും കൊല്ലപ്പെട്ടിരുന്നു. 15 മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ആശ്വാസമായി ജനുവരി 19 ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത്. കരാറിൻ്റെ ആദ്യഘട്ടം 42 ദിവസം നീണ്ടു നിൽക്കും. ഇതിനിടെ ഖത്തറിൻ്റെയും അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ 2-3 ഘട്ടങ്ങളായുള്ള ചർച്ച നടക്കും. കരാറിൻ്റെ ഭാഗമായി ഇതിനകം 5 ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. എല്ലാവരും സ്ത്രീകളാണ്. 3 സൈനികരും ഇതിൽ ഉൾപ്പെടും. ഇതിനു പകരമായി അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ടും മാസങ്ങളായി ഇസ്രായേൽ തടവറകളിൽ കഴിഞ്ഞ 290 ഫലസ്തീനികളെയും മോചിപ്പിച്ചിരുന്നു.